സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. എല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കും. വേണ്ട, നല്ല മധുരമുണ്ട്. പ്രോസസ് അറിയാം, അതറിയുന്നുണ്ട്. ഏഞ്ചൽ ഈസ് വെരി ആൽക്കഹോളിക്. അമിത മദ്യപാനം ആരോഗ്യത്തിന് ഹാനി. എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇനി പോകുന്നത് റഷ്യയിലെ ഒരേ ഒരു ഡിസ്റ്റിലറി റം ഉണ്ടാക്കുന്നത്. കരീബിയൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടൂറുണ്ടോ? ടൂറുണ്ട്, നമുക്ക് സ്പെഷ്യൽ ടൂറുണ്ട്. അപ്പൊ റമ്മടിച്ച ടൂറ് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. തരുമെന്ന് അറിയത്തില്ല. കരീബിയൻ റമ്മിന് ഒരു പ്രത്യേകത ഉണ്ടറിയാലോ, നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാണ്. കരീബിയനിൽ റബ്ബ് ഉണ്ടാക്കുമ്പം നല്ല മധുരം. അതിന് അവസാനം ചേർക്കുന്നത് വെള്ള നിറത്തിലാണ് വരുന്നത്. അവസാനം ഒരു പഞ്ചസാര ബേൺ ചെയ്ത് ഈ കളർ കൊടുക്കുന്നത്. മാത്രമല്ല ഒറിജിനൽ മൊളാസിസ് തന്നെ ചേർക്കുന്നത്, ആർട്ടിഫിഷ്യൽ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ കരീബിയൻ റം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വിസ്കിയുടെ ടേസ്റ്റാണ് കരീബിയൻ റം. കരീബിയൻ എന്ന് പറഞ്ഞ പേര് പറഞ്ഞല്ല, കരീബിയന് കിട്ടുന്ന റമ്മ് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള റമ്മാണ്. മറ്റേ ഡിസ്ക്ലൈമർ, മദ്യപാനം പ്രോത്സാഹിപ്പിക്കുകയല്ല, മദ്യത്തിന്റെ ഒരു വശം പറഞ്ഞാൽ. കരീബിയനിലെ റമ്മെന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് റമ്മ, അടിപൊളി സാധനമാണ്. എല്ലാരും കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മള് മദ്യപാനം പ്രോത്സാഹിപ്പിക്കില്ല, അങ്ങനെയല്ലേ? എല്ലാം മഹത്വവൽക്കരിച്ച് പറയുക എല്ലാം. ആ പ്രോഡക്റ്റ് അത് കഴിച്ചാലുള്ള ഗുണമല്ല, അത് കഴിച്ചാൽ പെട്ടെന്ന് വിറ്റാകുന്നല്ല പറഞ്ഞത്. ആ പ്രോഡക്റ്റിന്റെ കരീബിയനിലെ എനിക്ക് തോന്നുന്നു കരീബിയനിലെ കുറെ പോപ്പുലർ റം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹവാന ക്ലബ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ വൺ ഫ്രം ക്യൂബ. പിന്നെ മൗണ്ട് ഗേ അല്ലെ, ലോകത്തിലെ ആദ്യത്തെ റം ഫാക്ടറി ബാർബഡോസിൽ. അത് കറൻസി ഉണ്ടായത് അത് കഴിഞ്ഞാൽ, അതിന് മുമ്പ് റമ്മുണ്ട്. സെയിന്റ് ലൂഷ്യ ഡിസ്റ്റിലറീസ്. ഇവിടത്തെ ഒരു റം ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. ഒരേ ഒരു ഫാക്ടറി ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ബ്രിട്ടീഷുകാരെ സമയത്ത് തുടങ്ങിയ ഫാക്ടറി ആണോ? ആണോ? ഒരുപാട് ബിസിനസ്സുകളും റൺ ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ. ഡിഫറൻസ് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ അവർ ഗിവ് അപ്പ് ചെയ്ത്, ചിലതൊക്കെ അവരുടെ ഫാമിലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിലതൊക്കെ കൈമറിഞ്ഞ്. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്രിട്ടീഷുകാർ എസ്റ്റേറ്റ്, വേറൊരു എസ്റ്റേറ്റ്, ബ്രിട്ടീഷ് ഓൺ ചെയ്യുന്ന എസ്റ്റേറ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ആയിട്ട് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫാമിലിയില്ല, ഓക്കെ, അവർ ആ സൂപ്പർവൈസർക്കും കുറച്ച് പേർക്ക് വിധിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ചിലർ ലോക്കൽസിന് വിൽക്കും ആ സമയത്ത്, അല്ലെങ്കിൽ ചിലർ അത് തന്നെ റൺ ചെയ്യും, ഇവഞ്ച്വലി അത് വിൽക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയ മിക്ക ബിസിനസ്സുകളും എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ കാനഡക്കാര്. അപ്പൊ ഇതൊക്കെ അങ്ങനെ പല കൈമറിഞ്ഞ് വന്നതാണ്. പക്ഷെ ഇതിപ്പോ ഇവരുടെ ദേശീയ മദ്യമായി മാറിയോ? ദേശീയ മദ്യം ഇല്ലാത്ത ഒരു രാജ്യം. അത് ശരിയാ. ഇവിടെ എല്ലാ കരീബിയൻ രാജ്യങ്ങൾക്കും താങ്കൾ പറഞ്ഞതുപോലെ ദേശീയ മദ്യവും ദേശീയ ബിയറും ലഭ്യമാണ്. സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷൻ ഇല്ല, പക്ഷെ സ്വന്തമായിട്ട് മദ്യമുണ്ട്. ഈ റമ്മൊക്കെ പാക്ക് ചെയ്യുന്ന കുപ്പി നോക്കി ഉണ്ടോ, കുപ്പി കൊണ്ടുവച്ചിരിക്കുന്നുണ്ട് ഇറക്കിയിട്ട്. ചില്ല് കുപ്പി ബ്ലൂംഡ്. He is Sibi. And you're Libby. My brother's name is Libby. How do you spell his name? L-I-B-Y. L-I-B-Y? You have an extra B. Oh yeah, I like the extra B. Okay. There's a soap powder. It's L-I-B-Y. Oh, nice. Okay. Everybody used to call me that soap powder, so it's good. Hi, Sibi, Margaret Muklasey. Your face looks very familiar. Joseph. Yeah, hi. Joseph? Yes. I'm Sujit. Sujit? Yeah, I'm visiting from India. Probably the bank account shows my face. What? Your bank account. The amount of money that I spent for A loyal customer. Yeah. Thank you for being I need my bank account. I know. So when I spoke to her, she said she's in the meeting. Okay. I said the product that they make after the meeting that will make us sit in a rum shop. Okay. By the way, meet my friend. His name is Sujit. Yeah, hi. He lives in India, but it's around. This is the 87 country. 86 country is visiting. ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു മദ്യം എടുത്ത് നോക്കിയാലും അതിനൊരു ഫാമിലി സ്റ്റോറി പറയാനുണ്ടാവും. പല മദ്യങ്ങളും
അത് ഫാമിലി ബിസിനസ്സായിട്ട് തുടങ്ങിയ മദ്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്കോച്ച് വിസ്കികളും സ്കോട്ട്ലൻഡിലുള്ള പല സംഭവങ്ങളും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ആ ഒരു കുപ്പിയെ തന്നെ ഒരു ഫാമിലി സ്റ്റോറി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ ബർണാഡ് ഫാമിലിയുടെ സ്റ്റോറിയും മറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ലെഗസി ബിഗാൻസ് ഇൻ 1800 കാലഘട്ടം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവരുടെ പല പല കാര്യങ്ങൾ ഇവിടെ ഫോട്ടോകൾ സഹിതം എഴുതി വെച്ചിരിക്കുന്നു. നമ്മളിവിടെ ഇവരുടെ ചരിത്രം കാണിക്കുന്ന ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഫാമിലി ബിസിനസ്, ഇവരൊക്കെയാണ് ഈ ഒരു സംരംഭം ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയത്. Behind me you will see the cane fields. They are already in the mill. You'll see us crushing it, separating the juice from the dry stuff, which is called bagasse. Fermented for up to 30 hours and then distilled in a pot still to make specialty rum and for blending. നമ്മളിപ്പോൾ പുറത്ത് കണ്ടില്ലേ, ആ ലേഡിയാണ് അവർ ഇതിൻ്റെ CEO ആണ്. ഇത് ശരിക്കും ഇവരുടെ വർക്കിംഗ് ഫാക്ടറി ആണല്ലേ, വർക്കിംഗ് ഡിസ്റ്റിലറിയാണ്. സാധാരണ നമ്മൾ ഡിസ്റ്റിലറി ടൂർ കൊണ്ടുപോകുമ്പോഴേ ഇവരുടെ വർക്കിംഗ് ഡിസ്റ്റിലറിയിലല്ല ഇവർ കൊണ്ടുപോകുന്നത്. ഇവർ യൂഷ്വലി ഇവർക്ക് ടൂറിസ്റ്റുകളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വർക്കിംഗ് ഡിസ്റ്റിലറിയിലേക്ക് ശരിക്കും ഈ ഒരു ടൂറിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഹായ്. Hi. So before we enter the actual distillery, I'm going to be pointing out some of our equipment to you. On this side right here, these are our steam boilers. They generate steam for the distillation. നമുക്ക് കയറി വരുമ്പോഴത്തേക്കിനും ഇവരുടെ ഈ ബോയിലേഴ്സും മറ്റുമൊക്കെ റൺ ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ കാണാൻ സാധിക്കും. ഇവരുടെ ഒരു മെയിൻ പ്രോഡക്റ്റാണ് ചെയർമാൻസ് റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പൈസ്ഡ് ഒരു ഇതിലുള്ള ഒരു റം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കയറി വന്നപ്പോൾ തന്നെ മണം, അയ്യോ എന്തൊരു മണം, ഇതെന്ത് മണം ഇത്, അടിപൊളി. നമ്മൾ ഡിസ്റ്റിലറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. ശരിക്കും നമ്മൾ ഈ മധുരമുള്ള തേനില്ലേ, നമ്മുടെ തേനില്ലേ, ആ തേനിൻ്റെ മണമില്ലേ, ആ തേനിൻ്റെ മണം, കാട്ടുതേനിൻ്റെ മണം, നല്ല പരിചയമുള്ള മണം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് മണമാണെന്ന്. നമ്മൾ ഈ തേനൊക്കെ വാങ്ങത്തില്ലേ നമ്മൾ കുപ്പിക്കകത്ത്, ആ തേനിൻ്റെ ഒരു മണമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത്. Fermentation is one of the steps in our ഫെർമെൻറ്റേഷൻ ഏരിയ. to be considered through solution. അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഷുഗർ കെയിൻ, നമ്മുടെ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടല്ലോ, ആ ഷുഗർ കെയിൻ ജ്യൂസ് ഇവിടെ ഫെർമെൻറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണ് നമുക്ക് കാണുന്നത്. അതായത് ഈ ഷുഗർ കെയിൻ ജ്യൂസ് നമുക്കിവിടെ ഇവർ ഏതാനും മണിക്കൂറുകൾ, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അത് ഫെർമെൻറ്റേഷൻ നടത്തുന്നതിന് വേണ്ടി ഇടുന്ന ആ ഒരു ഫെർമെൻറ്റേഷൻ ഏരിയ ആണ് കാണുന്നത്. നമുക്ക് അതിനകത്തൊക്കെ നമുക്ക് ആ ഒരു ശർക്കര പാനി, അതായത് ഒരു ശർക്കര പാനി എല്ലാ ഒരു സാധനം ഷുഗർ കെയിൻ ജ്യൂസ് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അതിന് ശേഷം ഇത് റെയിൻ വാട്ടറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് മൊളാസസ് ഇടും. മൊളാസസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ശർക്കര പാനി അല്ലെങ്കിൽ ശർക്കരയുടെ കട്ടി. ഓക്കെ, അതാണോ കരീബിയൻ റമ്മിന്റെ പ്രത്യേകത? അതാണ് കരീബിയൻ റമ്മിന്റെ പ്രത്യേകത. ബാക്കിയുള്ള ചില നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിന് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ രാജ്യമായിട്ട് ശർക്കരയും ഷുഗർ കെയിനും കിട്ടുന്നില്ലേ? കിട്ടത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിൾ മറ്റേതായിരിക്കും പ്രൈസ്. പക്ഷേ ഒറിജിനൽ മൊളാസസ് തന്നെയാണ് എല്ലാ ജ്യോട്ടി കരീബിയൻ രാജ്യങ്ങളും. അതാണ് നാട്ടിലെ റമ്മും കരീബിയൻ റമ്മുമായിട്ടുള്ള ടേസ്റ്റിൽ വരുന്നതിന്റെ പ്രധാന വ്യത്യാസം. ഇവിടെ കെമിക്കൽ കണ്ടന്റുകൾ കുറവാണ്. ഓക്കെ, ശുദ്ധമായ റം അല്ലേ, ശുദ്ധമായ മദ്യം, അതാണ്. ഓക്കെ, ഫൈൻ. Okay, yeah, thank you. So I was just translating it into Malayalam, what you said. Okay, yeah, we speak Malayalam. We have plenty of languages in India. So like yeah, I'm one among that. Yeah, I speak one among the language. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള പല ഇവരുടെ എക്യുപ്മെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് വർക്കിംഗ് ആണ്, അവിടെ ഡിസ്റ്റിലേഷൻ നടക്കുന്നത് നമുക്ക് കാണാം. ഇത് എന്ത് സംഭവം ആയിരുന്നു പറഞ്ഞത്? ഞാൻ ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്, പലതും കേൾക്കുന്നില്ല. കുക്കറിന്റെ പോലത്തെ പരിപാടി. ഇതിന്റെ അകത്ത് അവിടുന്ന് പ്രോസസ് ചെയ്ത സാധനം ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് അത് ഹീറ്റ് വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് അടുത്ത ചേമ്പറിൽ പോകും. അതായത് അവിടെ മറ്റേ ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ട് മട്ടൊക്കെ മാറിയിട്ട് അതിന്റെ ശുദ്ധമായിട്ടുള്ള സാധനം ഇവിടെ വന്നിട്ട് അത് ഇവിടെ പ്രോസസ് ചെയ്തിട്ട് അതിനകത്തേക്ക് പോകും. അവിടുന്ന് കിട്ടുമ്പോൾ 8% ഉള്ളൂ. ഇവിടെ പ്രോസസ്സ് കഴിയുമ്പോൾ പെർസെന്റേജ് മാറും, കൂടും. 48 ആണ് തോന്നുന്നു, 48-45%. What is the alcohol percentage of your rum? After the distillation, it's 85%. What? 85%. 85%? And when we're doing like the bottling, we at least bring it down to 40%, which is the average. But we also have some liqueurs and creams, which is 25 to 12.5%. Oh my god. Okay. Can I get to taste that 85%? No, right? എന്റെ പൊന്നെ, അത് ഇവിടെ ഉണ്ട്. അയ്യോ, അത് ഊഹിക്കാൻ പോലും പറ്റൂല. It's the fatty acid from the yeast. It causes hangovers and headaches after drinking. എന്തല്ലേ, ഒരു കരിമ്പ് കലക്കി ചൂടാക്കി എന്തൊക്കെ ചെയ്ത എന്തൊക്കെ പരിപാടികളാണ്. This is molasses.
Molasses paste. പിന്നെ വണ്ടി ഓടിക്കാനുള്ള മണക്കരുത്, മണച്ച കിണ്ടിയോ മണത്ത കിണ്ടിയോ. That's bounty. That's Bounty as molasses. yes. So everything is smells different. എല്ലാത്തിനും ഓരോന്നിനും ഓരോ മണമുണ്ട് ഗൈസ്. ഇവരുടെ ഒരു ആർട്ട് ഓഫ് ബ്ലെൻഡിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ കാണുന്ന പല സംഭവങ്ങൾക്കും പുറകിൽ ഒരു വലിയ ലബോറട്ടറിയും അവിടെ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാരും ബാക്കിയുള്ള സയൻറ്റിസ്റ്റുമാരും ഒക്കെ ഉണ്ടാവും. ഇതിങ്ങനെ പലതരത്തിലുള്ള ബ്ലെൻഡിങ് ഉപയോഗിച്ച് ഇവരിങ്ങനെ മിക്സ് ചെയ്താണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ മദ്യവും ഓരോ ടേസ്റ്റും ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഇവർ ഫെർമെൻറ്റേഷൻ, അതിൻ്റെ മൊളാസസ് പ്രോസസ്സ് എന്താണ്, ഷുഗർ കെയിൻ പ്രോസസ്സ് എന്താണ്, പിന്നെ പോട്ട് സ്റ്റിൽ കളക്ഷൻ എന്താണ്, പിന്നെ ഏജിങ്ങിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകളും എന്തൊക്കെയാണ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഓരോ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഇവർ ഓരോ ബാരൽസ് യൂസ് ചെയ്യും. ആ ഒരു ബാരൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഓരോ പ്രോഡക്റ്റുകളും അത് എത്ര വർഷത്തോളം ഏജിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഓരോ സംഭവങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ചെയർമാൻസ് റിസർവ് എന്ന് പറയുന്ന ഈ സാധനം 6 to 11 years ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ഇവരുടെ സെല്ലാർ എന്ന് പറയുന്ന, അതായത് ഇവിടുത്തെ എനിക്ക് ഈ ഏതൊരു ഡിസ്റ്റിലറി പോയാലും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ സെല്ലാർ എന്ന് പറയുന്നത്. ഈ സെല്ലാർ എന്ന് പറയുന്നത് ഇവർ ഈ മദ്യമെല്ലാം ഉണ്ടാക്കി ഡിസ്റ്റിലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ കാണുന്ന ബാരലുകളിലാക്കിയിട്ട്, ഇപ്പോൾ കണ്ടില്ല ഇതുപോലുള്ള ബാരലുകളിലാക്കിയിട്ട് ഇവർ സൂക്ഷിക്കും. ഇതിങ്ങനെ വർഷങ്ങളോളം സൂക്ഷിക്കും. ചിലപ്പോൾ 1 വർഷം, 2 വർഷം, 3 വർഷം, അങ്ങനെ 5 വർഷം, 10 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൂക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും സൂക്ഷിച്ച് ഏജിങ് നടക്കുമ്പോഴാണ് ഇതിന് ഫ്ലേവർ വരുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ വീര്യം കൂടുന്നതും. ഇപ്പോൾ ഈ കാണുന്ന ഓരോ വീപ്പകൾക്കും അതിൻ്റെ ആയിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഈ വീപ്പ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വീപ്പയിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന വുഡിൻ്റെ ഫ്ലേവർ അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ടാവും. ആ ഫ്ലേവറൊക്കെ ഈ മദ്യത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ മണമൊക്കെ ഈ മദ്യത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും കുറേ നാളുകൾ ഇവിടെ ഇതിനകത്ത് ഇരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിപ്പം നമ്മൾ ആളുകൾക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു സെല്ലാറാണ്. ഇതുപോലത്തെ ധാരാളം സെല്ലാർസ് ഇവർക്ക് പല സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും ഇതിനകത്ത് ഫിൽഡ് ഇൻ മാർച്ച് 2025, ഫിൽഡ് ഇൻ മാർച്ച് 2025. അപ്പോൾ ഓരോന്നിലും ഓരോന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് കാസ്ക് 33 എന്താണ് ഏപ്രിൽ 2022 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വർഷത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഇതിനകത്തിരിക്കുമ്പോൾ 7% നീരാവിയായിട്ട് ഏഞ്ചൽസ് ഷെയർ എന്നും പറഞ്ഞുകൊണ്ട് പോകും. അതായത് നീരാവിയായിട്ട് പോകുന്ന സാധനത്തിന് ഇവർ ഏഞ്ചൽസ് ഷെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വർഷവും 7% ഇതിൽ നിന്നും ഇവാപ്പറേറ്റ് ആയിട്ട് പോയിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പം ഒരു 10 കൊല്ലമൊക്കെ ഇരിക്കുന്ന സാധനം ചിലപ്പോൾ 2 ബാരലിനകത്ത് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ 1 ബാരലിലെ സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ ഇതിനകത്ത് സാധനങ്ങൾ കുറയുമ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് 1 ബാരലിലാക്കി വെക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഏജ്ഡ് ആകുമ്പോഴത്തേക്കിനും, അതായത് വർഷം കൂടും തോറും ഈ മദ്യത്തിൻ്റെ വില കൂടുന്നതും വീര്യം കൂടുന്നതും ഒക്കെ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ബ്ലെൻഡഡ് വിസ്കികളൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ലാഭമാണ്. ഇതുപോലെയുള്ള സിംഗിൾ മോൾട്ടും പിന്നെ ഇതുപോലെയുള്ള ഏജ്ഡ് ആയിട്ടുള്ള റമ്മും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എക്സ്പെൻസീവ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റഫ് കൊണ്ടാണ്. ഇത് ഞാൻ പറഞ്ഞതിലൊരു കറക്ഷൻ ഉണ്ട്. ഓരോ മാസമാണല്ലേ 7%? ഇസ് ഇറ്റ് 7% മന്ത്ലി ഓർ ഇയർലി? റിയലി? എൻ്റെ അമ്മേ, Angel is taking too much. It's all there. Angel is very alcoholic. She will get drunk every month. She is taking too much, right? ഇവിടെ അത് മൊളാസസ് ടാങ്ക് ആണല്ലോ, ആണോ? മൊളാസസ് സൂക്ഷിക്കുന്ന ടാങ്ക്. പിന്നെ ഇവർ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സ്പൈസസ്, പിന്നെ നമ്മുടെ എന്താ പറയുക ഷുഗർ കെയിൻ, ഇതൊക്കെ ശരിക്കും നമ്മളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നൊന്നും പറിച്ചിട്ടൊന്നുമല്ല ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഇതൊക്കെ വരുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ശരിക്കും പണ്ട് കാലത്ത് കരീബിയൻ രാജ്യങ്ങളിൽ ഈ ബ്രിട്ടീഷുകാരും ബാക്കിയുള്ള ഫ്രഞ്ചുകാരും ഒക്കെ ഇവിടെ വന്നിട്ട് ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് കരിമ്പാണ് ആഫ്രിക്കയിൽ നിന്നും, അല്ലേ? നമ്മൾ ആ അടിമകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കരിമ്പ് കൃഷിയല്ലേ ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്നത്. കൃഷി ചെയ്യാൻ വേണ്ടിയാണ് അവരെ കൊണ്ടുവന്നത്. അവരുടെ പണി ഇന്ത്യക്കാരെ കൊണ്ടുവന്നതും കരിമ്പായിരുന്നു അന്നത്തെ പ്രധാന ട്രേഡ്. കരിമ്പ് പിന്നെ അവർ ഷുഗർ ഉണ്ടാക്കുമായിരുന്നു. ഷുഗർ ഉണ്ടാക്കുന്നത് അങ്ങനെ പല പരിപാടികൾ പ്രോസസ് ചെയ്ത് ഷുഗർ ആക്കുന്നില്ല, കൃഷിക്ക് വേണ്ടി ആൾക്കാരെ കൊണ്ടുവരണമായിരുന്നു. അതെ, ഈ അടിമത്തം നിരോധിച്ചപ്പോഴാണ് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര ഒരു കഥയത്, അത് വലിയൊരു കഥയാണ്. നമുക്ക് ഏതെങ്കിലും തോട്ടത്തിൽ എന്ന് പറയാം, ഒരുപാട് സെന്റിമെന്റ്സ് ഉള്ള. ഞാൻ ഡൊമിനിക്കയുടെ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞുപോയി. ഇവിടുത്തെ പല രാജ്യങ്ങളുടെയും ചരിത്രം വായിക്കുമ്പോഴത്തേക്കിനും നമുക്ക് കരച്ചിലും വിഷമവും ദേഷ്യമൊക്കെ വരും. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ
തലമുറകളോളം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഇതുപോലുള്ള പല കാര്യങ്ങളും അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ പറയില്ല ഇവിടെ പുരോഗതി എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അറിയാം, അവർ ജനറേഷൻസ് ആയിട്ട് കടന്നുപോയ സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ ജനിച്ച ആൾക്കാർ അവരെ പിടിച്ചുകൊണ്ട് വരുന്നു, ആഫ്രിക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവരെ പിടിച്ചുകൊണ്ടുവന്ന ഒരു സ്ഥലത്തിട്ടിട്ടേ എത്രയോ ജനറേഷൻസ് ആയിട്ട് ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചുകൊണ്ടുവന്ന ഒരാൾക്കാരാണ്. അതിൽ നിന്ന് അവർ റിക്കവർ ചെയ്ത് വരാൻ ഇനിയും ജനറേഷൻസ് എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ രീതിയിൽ കാണാം. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാം കരീബിയയിൽ ഭയങ്കര കുഴപ്പം, പുരോഗതിയില്ല, വികസനമില്ല, ആൾക്കാർ സ്ലോ ആണ്. 3 മണിക്കാണ് വെളുപ്പിനെ പണിക്ക് പോകേണ്ടത്. വെളുപ്പിന് 3 മണിക്ക് വന്ന് അല്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കും. ആ സ്ഥലത്ത് നിന്നൊക്കെ അത് കഴിഞ്ഞിട്ട് 80 വർഷം അല്ലെങ്കിൽ 100 വർഷം ആവുന്നുള്ളൂ. ശരി. അപ്പൊ ഇവർ ഈ അടിമകളായിട്ട് കൊണ്ടുവന്നിരുന്ന സമയത്ത് ഇവർക്ക് കൂലിയും റമ്മും കൊടുക്കുമായിരുന്നു. അതായത് പൈസ കൊടുക്കും, ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കും, പിന്നെ റം ഇവരുടെ ഭാഗമായിരുന്നു. അതാണ് എല്ലാ ഐലൻഡിലും റം ഫാക്ടറി ഉള്ളത്. അതെ. ഈ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ്, വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. നിങ്ങൾ വരുന്നു, ആഴ്ച 6 ദിവസം പണി, ആഴ്ച 7 ദിവസം പണി. ആ പണി കഴിഞ്ഞ് ഇവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മറ്റൊരു കൊടുക്കുന്നതാണ് റം. ആ റമ്മിനകത്ത് തട്ടിപ്പ് കാണിക്കും. ആ തട്ടിപ്പ് കാണിക്കാതിരിക്കാൻ വേണ്ടി, തട്ടിപ്പ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവരകത്ത് ഗൺ പൗഡർ ഇട്ടു. ക്വാളിറ്റി റമ്മാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കും, തീ പിടിക്കും. അപ്പൊ അങ്ങനെയാണ് മറ്റേ ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ ആൽക്കഹോൾ പ്രൂഫ് ഇത്ര പെർസെന്റേജ് എന്ന് പറയും. അതിനകത്ത് ആൽക്കഹോൾ പെർസെന്റേജ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ജനതയാണ് ആഫ്രിക്കയിൽ. ഒന്നാലോചിച്ച് നിങ്ങളൊരു രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്നൊരു കപ്പൽ വരുന്നു, നിങ്ങളെ കുറച്ചുകൂടെ പിടിച്ചുകൊണ്ട് വരുന്നു, കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പറയും ഇവിടെ പോയി പണിയെടുത്തോളാം പറയും. ആഴ്ച 7 ദിവസം പണിയെടുത്തോളാം പറയും. ആഴ്ച 7 ദിവസം പണി, പരാതി പറയാനൊരു സ്ഥലമില്ല, ഒരു മനുഷ്യൻ്റെതായ യാതൊരു അവകാശങ്ങളും ഇല്ലാത്ത ഒരു ജീവിതം. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ആളുകള് അവിടുത്തെ ജനതകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും നമ്മൾ ആഫ്രിക്ക പോയിട്ടില്ല. നമ്മളിനി ആഫ്രിക്ക പോകുമ്പോൾ അതൊക്കെ നമുക്ക് കാണാം, കേൾക്കാം, അനുഭവിക്കാം, അല്ലേ? അത് പലതും ഉണ്ട് ഇപ്പോഴും. ഈ കൊള്ളാനുള്ള പരിപാടി. നമ്മൾ ടൂറെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട്, ടൂർ കഴിഞ്ഞിട്ടില്ല, ഇവരുടെ ഇവിടെ ഷുഗർ കെയിൻ ഇവരുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ 15 ഏക്കർ സ്ഥലത്ത് ഇവരിവിടെ ഷുഗർ കെയിൻ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ഡിസ്റ്റിലറി ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഓൺ ചെയ്യുന്നത് ഒരു ഫ്രഞ്ചുകാരനാണ്. ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള ഒരു ബ്രാൻഡാണ്. പക്ഷേ സെയിൻറ്റ് ലൂഷ്യ ബ്രാൻഡായിട്ടാണ് ഇത് പോകുന്നത്. സെയിൻറ്റ് ലൂഷ്യയിലാണല്ലോ. ഇവിടെ ഫ്രഞ്ചുകാരെ ഓൺ ചെയ്യാൻ മറ്റൊരു റീസണുകളുണ്ട്. പണ്ട് ഈ രാജ്യം ഫ്രഞ്ചുകാരുടെ ആയിരുന്നു. അവരാണ് ഇവിടെ ആദ്യം വന്നത്. പിന്നീട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കൂടെ അടിയുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ വന്നു, പിന്നെ ഫ്രഞ്ചുകാരെടുത്തു, പിന്നെ ബ്രിട്ടീഷുകാരുടെ വന്നു, പിന്നെയും ഫ്രഞ്ചുകാരെടുത്തു. അങ്ങനെ ഒരു ചരിത്രം ഇവർക്കുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ബാരൽസിനകത്തിട്ട് ഈ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ ആ ഒരു റമ്മ് നിറച്ച് വയ്ക്കുന്ന ഒരു സ്ഥലം. അത് നിറച്ചതിന് ശേഷം ഇവർക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ കാണുന്നതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലാസ് ആണ്. ഈ കാണുന്ന സെല്ലാസിനകത്ത് ഇത് കയറ്റി ഏജിങ്ങിനായിട്ട് വെക്കും. ഇവിടെ ആശാരിമാരൊക്കെ ഉണ്ടാവും. അവരൊക്കെയാണ് ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഈ കാസ്ക് ഒക്കെ എടുത്തിട്ട് എന്താ പറയുക റെഡിയാക്കുന്നതും ബാക്കിയുള്ള സംഭവം ചെയ്യുന്നത്. ഇതിങ്ങനെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഒരു തവണ ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും റീയൂസ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യും. അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. ഭയങ്കര രസമാട്ടോ അത് കാണാനായിട്ട്. വിസ്കി ഉണ്ടാക്കുന്നതും സെയിം ഇതുപോലെയുള്ള കാസ്കുകളിലാണ്. ഇനിയാണ് നമ്മൾ ഈ ടൂറിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം കാണാൻ വേണ്ടി പോകുന്നത്. യെസ്, അത് മറ്റൊന്നുമല്ല ഗൈസ്, റം ടേസ്റ്റിംഗ് സെഷൻ. യെസ്, കേട്ടോ, വൈബ് കണ്ടോ, അടിപൊളിയല്ലേ? അതാണ് നമ്മളിനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി റം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്നോട് റം ഫാൻ, പക്ഷെ എന്നാലും ഇവിടെ വരുമ്പം ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെയാണല്ലോ ടൂർ ചെയ്യുമ്പോഴത്തേക്കിനും അതൊക്കെ ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ കരീബിയൻസിൻ്റെ ഒരു പോപ്പുലർ ഡ്രിങ്കാണ് റം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും പലരുടെയും പോപ്പുലർ ഡ്രിങ്കാണ് റം എന്ന് പറയുന്നത്. നമ്മുടെ ഓൾഡ് മങ്ക് റമ്മൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? പല ആൾക്കാരുടെയും വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്കാണ് ഓൾഡ് മങ്ക് എന്നൊക്കെ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ കാർണിവൽ പരിപാടികളുണ്ട് ഇവരെ. അതിൻ്റെ ഡ്രസ് കോഡിലും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ബാർ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഓരോ പ്രോഡക്റ്റ്സാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് അഡ്മിറൽ റോട്ട്നി സെയിൻറ്റ് ലൂഷ്യ റം. അത് തന്നെ പല ഏജ് ആയിരിക്കും, പല തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. $64, $57, $52, പിന്നെ ചെയർമാൻസ് റിസർവ് $69, പിന്നെ ഇത് $31, പിന്നെ $42 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രോഡക്റ്റുകൾ. $16, $15 റം വരെ ഇവർക്കുണ്ട്. ഇതാണ് ഇവരുടെ ഏറ്റവും കൂടിയ റം എന്ന് പറയുന്നത്. 19 വർഷം പഴക്കമുള്ള വിക്ടറി 24 എന്ന് പറയുന്ന അവരുടെ പ്രോഡക്റ്റ്. $117 അതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഏറ്റവും കുറഞ്ഞ സാധനം. അതായത് $8 ഉള്ളൂ. $8 എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 രൂപ താഴെയാണ് ഈ ഒരു ഫുൾ ബോട്ടിലിൻ്റെ ഇവിടുത്തെ വില എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ഫുള്ളിന് 1 ലിറ്ററിന് 1000 രൂപ താഴെ ഉള്ളൂ. കാണുന്ന ബൗണ്ടി റം എന്ന് പറയുന്ന സാധനം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോട്ടിൽസ് ഉണ്ട്. അതായത് മിക്സഡ് ആയിട്ട് 3 ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ ഇതെന്താണിത്, ലൈം അല്ലേ? ലൈം ഫ്ലേവർ, കോക്കനട്ട് ഫ്ലേവർ, പിന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കും. വേണ്ട. So I'm going to explain the rums to you guys. When I'm done, you get to help yourself out, okay? So to the end, we have the high-end products.
This one is called Formidable. It's a 15-year-old rum. അപ്പം സെന്റ് ലൂഷ്യയുടെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള റമ്മാണ്. അപ്പോൾ ഇത് കാണുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് നോ യുവർ ലിമിറ്റ്സ്. എപ്പം കുടിക്കണം, നിർത്തുന്ന അറിയാം, ഡ്രിങ്ക് റെസ്പോൺസിബിൾ. അമിത മദ്യപാനം ആരോഗ്യത്തിന് ഹാനി. യെസ്, റമ്മെന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താ? റെഗുലർലി യൂസ് മെഡിസിൻ. അങ്ങനെ പലരും പറയും, ഒരിക്കലും ന്യായീകരിക്കാൻ പറയും. ഒരിക്കലും നമ്മളൊക്കെ വിശ്വാസമില്ല. അതാ പറഞ്ഞത്, ഡ്രിങ്ക് റെസ്പോൺസിബിളി, നോ യുവർ ലിമിറ്റ്സ്. അത്രേ ഉള്ളൂ. അത്രേ മാത്രമല്ല, അമിത മദ്യപാനം. അതെ, അമിത മദ്യപാനം ആരോഗ്യത്തിന്. യെസ്. ഞാൻ പൊതുവെ എൻ്റെ വീഡിയോകളിൽ മദ്യം പല സ്ഥലങ്ങളിൽ കാണിക്കാറുണ്ടെങ്കിലും അത് കുടിക്കുന്നത് അങ്ങനെ കാണിക്കാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാനത് കുടിക്കുന്നത് കാണിക്കാറുള്ളൂ. ഞാൻ മദ്യം ചിലപ്പോൾ ഇവിടെ എൻ്റെ ഗ്ലാസ്സൊക്കെ അവിടെ ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ടാവും, ഇല്ല അവർ ഒഴിച്ചു തരുന്നത് കാണിക്കുന്നുണ്ടാവും. പക്ഷേ അത് കുടിക്കുന്നത് ഞാൻ അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റിംഗ് സെഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കിത് കുടിച്ച് നോക്കുന്നത് കാണിച്ചാലേ എൻ്റെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷണൽ പർപ്പസ്. യെസ്. നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അല്ല, പല ആൾക്കാരും റം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ കൊക്കക്കോള ഒഴിച്ചും സ്പ്രൈറ്റ് ഒഴിച്ചും. റമ്മിൻ്റെ ടേസ്റ്റ് അങ്ങനെ കില്ല് ചെയ്യാം. ശരിക്കും ഓരോ മദ്യത്തിനും ആ മദ്യത്തിന് അനുയോജ്യമായിട്ടുള്ള മിക്സിങ് എന്താണെന്നുള്ളത് അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കാർ അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാൽ ആ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് പറയുന്നത്. ഇതിങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. മണക്കും മൊത്തത്തിൽ കുടിക്കണ്ട അല്ലേ? അല്ലേ, അല്ല മറ്റേ കോക്ടെയിൽ കുടിക്കുന്ന പോലെ അത് വേണ്ടല്ലോ, അത് ചക്കിലടിക്കുന്ന പോലെ വേണ്ടല്ലേ? ഇത് മണക്കുമ്പോഴത്തേക്കിന് ഇതിനൊരു സ്മോക്ഡ് ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 40% ആൽക്കഹോൾ അല്ല. ഏതാണ്? എത്ര? 15 18 കഥാപ്രസംഗം പറയാതെ കുടിക്കടാ. അല്ല അങ്ങനല്ല, എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ആൾക്കാർ. എടാ, ഞാൻ ഗ്ലെൻഫിഡിച്ചിന്റെ അവിടെ ഇരിക്കട്ടെ, ഗ്ലെൻഫിഡിച്ചിന്റെ ഫാക്ടറി പോയി, മറ്റേ സ്കോട്ട്ലൻഡില്. അവിടെ പോയിട്ട് നമ്മളൊരു 5-6-7 പേരുള്ള ഗ്രൂപ്പാണ്. ഇതേപോലെ ഒരു ബാർ സെറ്റപ്പ് ഉണ്ട്. അതിന് മുമ്പിൽ എല്ലാവരും കൂടെ നിരത്തി പിടിച്ചിരുത്തി. എന്നിട്ട് ഈ ടൂർ നടത്തിയ പെണ്ണ് അവിടെ നിന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഇതെല്ലാം മുമ്പിൽ ഇരിക്കുക. ഒരു 1/2 മണിക്കൂർ വിസ്കി മഹാത്മ്യം രാമായണം പറച്ചിൽ പോലെ, കഥ പറയുന്ന പോലെ വിസ്കി മഹാത്മ്യം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കത്തില്ല. അവിടെ ഇരിക്കുന്നവന്മാരെല്ലാം ഇതൊന്ന് തീർക്കുമോ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. തേങ്ങ ഉടക്കടാന്ന് പറയുന്ന പോലെ. ഞാനൊന്ന് തീർക്കട്ടെ. നമ്മള് കള്ള് കുടിക്കാറില്ല, നമ്മള് കുടിപ്പിക്കാറേ ഉള്ളൂ. ഇത് നല്ല മധുരമുണ്ട്, എനിക്കൊരു മധുരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ആൽക്കഹോളിൻ്റെ ആ ഒരു സംഭവം, ആൽക്കഹോളിൻ്റെ അല്ല, കുത്തല് ശരിക്കും എനിക്ക് എൻ്റെ നാവിലോട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. നൈസ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനൊന്നും അറിയത്തില്ല, അതിനൊക്കെ എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാരെ വേണം പറയാനായിട്ട്. പക്ഷെ വണ്ടി ഓടിക്കേണ്ടതുകൊണ്ട് താങ്കൾ കഴിക്കണ്ട. നീറ്റാണ്. അതായത് ഇത് പച്ച കഴിക്കുമ്പോൾ എൻ്റെ ഇങ്ങനൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? നീറ്റാണ്. അത് കുറച്ച് ജഗതിയുടെ സിനിമ കണ്ട ആൾക്കാർ കുറച്ച് എക്സ്പ്രഷൻ ഇടുന്നത്, പക്ഷെ അങ്ങനൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീറ്റ്, കൊള്ളാം. പ്രോസസ് അറിയാം, അതറിയുന്നുണ്ട്. യെസ്, ദാറ്റ് വാസ് നൈസ്. ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് നോട്ട് പറയണമെന്നുണ്ടെങ്കിൽ സിബിച്ചേട്ടൻ പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. സിബിച്ചേട്ടനാണ് അതിൻ്റെ എക്സ്പേർട്ട്. 20 വർഷമായിട്ട് ഇത് തന്നെ. 20 വർഷമായിട്ട്. ഓക്കെ, അപ്പം ഇത് സ്ഥിരം കഴിക്കുന്ന ആളായതുകൊണ്ട് അതിൻ്റെ മണവും നോട്ടും എല്ലാം കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. കൊള്ളാമെന്നോ? നല്ല മണമുണ്ട്. വിസ്കി കഴിക്കുന്നതിന്റെ ഫീലാണ്. പക്ഷെ നീറ്റാണ്, ഉത്തരില്ല. എനിക്ക് പക്ഷെ നാട്ടിലെ ഓൾഡ് ബങ്ക് അല്ല, എനിക്ക് ഒരു സെന്റിമെന്റ്സ് ഉള്ള ഓൾഡ് ബങ്ക്. കാര്യം എന്താ പറയാ, ഒരു കെമിക്കൽ കോമ്പിനേഷൻ ഇതെല്ലാം ആണ്. പിറ്റേ ദിവസം നമ്മൾ ഇതിന് ഇവാലുവേറ്റ് ചെയ്യുന്നത് ടേസ്റ്റ് ഒന്നും വെച്ചല്ല. ഇത് കഴിച്ചിട്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ആ സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള ആഫ്റ്റർ ഇഫക്റ്റ് നോക്കി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് കരീബിയൻ റം. കാരണം കുറച്ചുകൂടെ നാച്ചുറൽ ആയതുകൊണ്ട് അത്രയും സ്ട്രെസ് കുറവാണ്. ഇപ്പോൾ പല കരീബിയൻ റമ്മും പല സ്ഥലങ്ങളും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഹവാന ക്ലബ്ബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. ഞാൻ പൊതുവെ റം കഴിക്കാത്ത ആളാണ്, പക്ഷേ ഹവാന ക്ലബ്ബ് വാസ് റിയലി ഗുഡ്. എനിക്ക് കാരണം അവരുടെ പിനാക്കൊളയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അവിടെ പോയി കരിക്ക് വാങ്ങിച്ചാൽ ഹവാന ക്ലബ്ബ് ഇട്ട് തരും. കടയിൽ പോയി കരിക്ക് തരാൻ പറഞ്ഞാലേ റം ഒഴിച്ചേ തരുള്ളൂ.
അങ്ങനത്തെ രാജ്യമാണ് അവിടെ. സോറി, ഇവിടെ എല്ലാ ഐലൻഡിലും ഇപ്പൊ സെന്റ് ലൂഷ്യയിൽ ചെറുമത്സവം, ബാർബഡോസ് ചെല്ലുമ്പോൾ അവിടെ മോൺഗെ ഉണ്ട്. അടുത്ത ഐലൻഡിൽ ചെല്ലുമ്പം എല്ലാ ഐലൻഡിലും സ്വന്തമായിട്ട് റമ്മും ഉണ്ട്, സ്വന്തമായിട്ടൊരു ബീറും ഉണ്ട്. നമുക്ക് ഇനി അടുത്ത് ഹൈനിക്കൻ ഉണ്ടാക്കുന്ന കാണാൻ. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമുക്ക് കുറയ്ക്കണ്ടല്ലോ. യെസ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാരിഗോട്ട് ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഒരു കിട്ടിയിലെ സ്ഥലം, അതായത് യോട്ടുകളും മറ്റുമൊക്കെ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. കടലിങ്ങനെ കയറി കിടക്കുന്ന ഒരു കടലിടുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നൊരു സ്ഥലം. ചുറ്റിനും മലകൾ, ആ മലകൾക്ക് നടുവിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള പച്ച കളറിലെ വെള്ളത്തിൽ ഇങ്ങനെ വെള്ള കളറിലെ ബോട്ടുകളും നീല കളറിലെ ബോട്ടുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നു. കയാക്കുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സമീപത്തായിട്ട് ധാരാളം റിസോർട്ടുകളുണ്ട്. റിസോർട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കിനും വളരെ മനോഹരമായിട്ടുള്ള സീ വ്യൂ, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള നല്ല അടിപൊളി കോട്ടേജുകൾ. പിന്നെ അവിടെ മലയുടെ മേളിലാണെങ്കിൽ നല്ല അടിപൊളി ഗംഭീര ഇൻഫിനിറ്റി പൂളൊക്കെ ഉള്ള നല്ല കിഡിലൻ കിടുക്കാച്ചി ലക്ഷൂറിയസ് റിസോർട്ടുകൾ ഒക്കെ ആയിട്ട് നല്ല സീ വ്യൂ ആയിട്ടുള്ള ഒരു കിഡിലൻ ഏരിയ. അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നടുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷേപ്പിൽ ഒരു ബീച്ചുണ്ട്. ഇവിടെ വേറെ ബീച്ചൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ചെറിയൊരു ഷേപ്പിൽ നമുക്കൊരു ബീച്ച് കാണാൻ പറ്റും. ചുറ്റും തെങ്ങുകളൊക്കെ ആയിട്ട്, നിറച്ച് തെങ്ങുകളൊക്കെ ആയിട്ട് അവിടെ ബീച്ചിൻ്റെ ഒരു അത് ഭയങ്കര രസമാണ്. ഇവിടെ നിന്ന് ബോട്ടുകളൊക്കെ അങ്ങോട്ടേക്ക് പോകും, തിരിച്ചു വരും. അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടിലേക്ക് വേണം അങ്ങോട്ടേക്ക് പോകാനും തിരിച്ചു വരാനും ഒക്കെ. ആ ബീച്ചിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് ഒരു കിടിലൻ സ്ഥലം. ആ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ മാരിഗോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇന്നലെ താമസിച്ചത്. ഡൊമിനിക്കല്ലേ? ആണോ? ഈ പ്രൊനൗൺസ് ചെയ്തില്ല. ഹരിക്കെയിൻ ഷെൽട്ടർ എന്ന് പറയും. നോക്കി ചുറ്റും മലയല്ലേ, കാറ്റ് ഹരിക്കെയിൻ ചുഴലിക്കാറ്റ് അതങ്ങനെ അടിക്കത്തില്ല ഇവിടെ. ഇത് ആക്ച്വലി ചെറുതാ, ഇതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള വേറൊരു പോർട്ട് ഇവിടെ. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത്, ഡൊമിനിക്കയിൽ ഞാൻ താമസിച്ച സ്ഥലം മാരിഗോ ആയിരുന്നു. അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി റോസയായിരുന്നു. ഇത് രണ്ടും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷ് അണ്ടറിലായിരുന്നു. ആ സമയത്ത് അന്നത്തെ കേണൽ, അന്നത്തെ പുലി, എസ്റ്റേറ്റിന് ഓണർ, അവരുടെ പേരാണ് കൊടുക്കുന്നത്. റോഡ്നി ബേ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ റോഡ്നി എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ റോഡ്നി അന്നത്തെ മിലിറ്ററി ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ നെയ്മഡ് ആഫ്റ്റർ ഹിം. അപ്പൊ അതുപോലെ വേറെ മാരിഗോ ബേ നമ്മുടെ നാട്ടില് മൺട്രോ തുരുത്തുണ്ട്. മൺട്രോ ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ മൺട്രോ ഉണ്ട്. അപ്പൊ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഓരോരോ പേരുകളുടെ പേര് ചിലപ്പോൾ പേര് മാറ്റുന്ന ആൾക്കാരാണ് നമ്മൾ. മൺട്രോന്റെ പേരെന്താ ഇതുവരെ മാറ്റുമായിരിക്കും. പേര് മാത്രമേ മാറത്തുള്ളൂ, പേരുദോഷം മാറത്തില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താങ്ങുന്നുണ്ടല്ലോ. യെസ്, അപ്പോൾ നൈസ് സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫെറി സർവീസുകളുണ്ട്. $2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ബീച്ചിലേക്ക് പോകാൻ സാധിക്കും. വാവ്, ബ്യൂട്ടിഫുൾ വാട്ടർ. എന്ത് കിടിലൻ കളറാന്ന് നോക്കുക. കടലിൽ കുളിക്കാൻ ഇറങ്ങിയിരിക്കുന്ന അവൻ എന്തിനായിരിക്കും? അവന്റെ മുതലാളി ചിലപ്പോൾ അപ്പുറത്ത് പോയി കാണാം, അവനെ കൊണ്ടുപോയി കാണത്തില്ല. അപ്പൊ പുള്ളിക്കാരിയുടെ ആള് അശ്വടാ. ആ പട്ടി വിചാരിച്ചാണ് അവര് മുങ്ങിച്ചാൻ പോവാന്ന്. കഷ്ടമുണ്ട്. Really? Okay. Is that her dog? ഓക്കെ, അതാണ് കണ്ടോ, അതാണ് സംഭവം. നമ്മള് ആ ബോട്ടിൽ കയറിയിട്ട് ഒരു ചെറിയൊരു റൗണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഇവിടെ ആ ഒരു ബീച്ചും ബീച്ചിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും അല്ലേ? ഇത് നമ്മൾ സാധാരണ കണ്ട ടിപ്പിക്കൽ സെന്റ് ലൂസിയല്ല. ഇത് സെന്റ് ലൂസിയുടെ വേറൊരു സൈഡ്. സാധാരണ സെന്റ് ലൂസിയുടെ കുറച്ച് നീളത്തിലുള്ള ബീച്ചും തിരയടിക്കുന്ന ബീച്ചും ഒക്കെയാണ്. ഇതൊരു കടൽ ഇങ്ങോട്ട് കയറി കിടക്കുന്ന ഒരു ചെറിയൊരു ഏരിയ. മുന്നേ പറഞ്ഞില്ല, ഇതൊരു ഹരിക്കെയിൻ ഷെൽട്ടറാണ്. ഇവിടെ കാറ്റൊന്നും അങ്ങനെ അടിക്കത്തില്ല. നമ്മളൊരു ഗംഭീര സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു വീട് കണ്ടില്ലേ? ആകാശ ദൃശ്യം പറത്തുന്ന സമയത്ത് ആ കാണുന്ന വീടാണത്. കണ്ടോ? അതും അതിൻ്റെ അപ്പുറത്ത് ഒരു റെഡ് കളറിലെ വീടും കണ്ടു. നമ്മൾ ബോട്ട് എടുത്ത് മാത്രമേ ഈ കാണുന്ന ബീച്ചിലേക്ക് വരാൻ പറ്റുള്ളൂ. അവിടെ ഒരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ബോട്ടിൽ കയറി മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആൾക്കാരിങ്ങനെ വന്ന തെങ്ങിൻ്റെ ചോട്ടിൽ വെയിൽ കായാൻ വേണ്ടി കിടപ്പുണ്ട്. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമുക്കിവിടെ ഒരു വലിയൊരു മാൻഗ്രൂവ് ഏരിയ കാണാൻ സാധിക്കും. ഈ കാണുന്ന മാൻഗ്രൂവ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മുടെ കണ്ടൽ കാടുകൾ നമ്മൾ പറയില്ലേ, കണ്ടൽ കാടുകളാണ് ശരിക്കും നമുക്ക് ഭയങ്കരമധികം നമ്മുടെ ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കടലിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്നും. അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്. അവിടെ ഒരു കപ്പലല്ല, ബേസിക്കലി അതൊരു വലിയൊരു യോട്ടാണ്. അതിന് $4000 പെർ നൈറ്റിന് ആ ഒരു കപ്പൽ നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും. $4000 ഓഫ് സീസണിൽ. പിന്നെ സീസൺ ആകുമ്പോഴത്തേക്കിനും പറയുന്ന റേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. എന്തല്ലേ ഇത് സ്കൂളിന്റെ ഏരിയ. ഇത് പ്രൈമറി സ്കൂൾ. അപ്പുറത്ത് കാണുന്നത് മറ്റേ കിൻഡർ ഗാർട്ടൻ പോലത്തെ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. ഇത് സെക്കൻഡറി സ്കൂള്.
ഇത് പ്രൈമറി സ്കൂൾ. എല്ലാം വേറെ വേറെയാണ്. വേറെ 3 സ്കൂളുകൾ. അത് ശരി. അതായത് ഇത് ഒരു സ്കൂള്, മറ്റത് വേറെ സ്കൂള്, അങ്ങനെ എല്ലാ സ്കൂളുകളും ഒരൊറ്റ കോമ്പൗണ്ടില്. അപ്പൊ അതിന് മാത്രം ആൾക്കാർ ഈ പരിസരത്തുണ്ടാവും. ഇതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാലേ പേരൻസിന് ഇവിടെ കൊണ്ട് വിട്ടിട്ടൊക്കെ പോയാൽ മതി. ഈ റോഡിലെ ഇത് കഴിഞ്ഞാൽ പിന്നെ 3 സ്കൂളാണ്. അപ്പം ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിൽ 3 സ്കൂളിൽ പോകുന്നെങ്കിൽ എല്ലാവർക്കും അടുത്തടുത്ത് സ്കൂളുണ്ട്. പ്ലേ സ്കൂളും LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളും എല്ലാ സ്കൂളും എല്ലാം അടുപ്പിച്ച്. അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞതേ വലിയ കാര്യമില്ല. നമ്മളിപ്പോ ഇവിടുന്ന് ഐലൻഡിന്റെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്ന ഏരിയ ആണ് വ്യൂ സ്പോട്ട് അല്ലേ? വ്യൂ ഫോർട്ട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതാണോ നിങ്ങളുടെ വലിയ വിമാനത്താവളം? ആണോ? അതെന്തോ ഒരു പഴയ സാധനം കണ്ടം ചെയ്ത വിമാനമാണോ കിടക്കുന്നത്? അത് മറ്റേ സാധനം. അയ്യോ, അത് പറക്കാൻ പോവാ? അതിപ്പോ ടേക്ക് ഓഫ് ചെയ്യുമല്ലോ. നമുക്ക് നല്ലൊരു വിഷ്വൽ ഉണ്ട് കേട്ടോ. അടിപൊളി. ജെറ്റ് ബ്ലൂ. അത് അമരജെറ്റ്. അത് കാർഗോ ഫ്ലൈറ്റ്. എനിക്ക് വാക്ക് കിട്ടുന്നില്ലായിരുന്നു. അമരജെറ്റ്. അതിപ്പോ ഇവിടെ മറ്റേ കാറ്റടിക്കും. അല്ല, ടേക്ക് ഓഫ് ചെയ്യാൻ സ്പോട്ട് ഉണ്ട്. ആണോ? ഇവിടെയുള്ള എല്ലാ വിമാനത്താവളങ്ങളും കടൽ തീരത്തായിരിക്കും. കണ്ടില്ലേ? ഇതിന്റെ റൺവേയുടെ എൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ കടൽ തീരത്തൂടെ ഉള്ള വിമാനത്താവളം. ഇവിടെ ഈ എയർപോർട്ടിൽ നിന്ന് ഇനി അടുത്ത വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ശാന്തമായ എയർപോർട്ട്, ശാന്തമഹാസമുദ്രത്തിനടുത്തുള്ള ശാന്തമായ. അടിപൊളി. ഇന്നിനി ഫ്ലൈറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ സമയം എത്ര മണിന്ന് അറിയാം? ഇപ്പൊ എത്ര മണി? 4 മണി. ഇവിടെ 5:30 ഇനി ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. അതാണ് ലാസ്റ്റ് ഫ്ലൈറ്റ്. കഴിഞ്ഞു 4 മണിയായി. ഇപ്പൊ ഇനി അടുത്ത ഫ്ലൈറ്റ് 5:30 ലാൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. കരീബിയൻ രാജ്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. വളരെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും വരാനും ഒക്കെ ഉള്ളൂ. ഇവിടെ തന്നെ ആൾക്കാർ ഇത്രക്കല്ലേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് യൂട്യൂബേഴ്സും വരും. ഒരു ഹെലികോപ്റ്റർ. നമ്മൾ നേരത്തെ കണ്ട അമരിജെറ്റിന്റെ മറ്റേ കാർഗോ വിമാനം ഇപ്പോൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യും. ഇവിടെ നിന്ന് മയാമിയിലേക്ക് പോകുന്ന ഒരു കാർഗോ വിമാനമാണത്. അത് ഓൾറെഡി അത് പൊങ്ങി. കണ്ടല്ലേ? നമ്മൾ എന്നാലും അതിന്റെ അടിയിലായിരിക്കും. വെറൈറ്റി ആണ്. കാർഗോ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. ആ വിമാനത്തിന്റെ കാറ്റ് നമുക്ക് ഇവിടെ അടിക്കുന്നു. അത് ടേക്ക് ഓഫ് ചെയ്ത് പോയപ്പോൾ അതിന്റെ കാറ്റ് ഇവിടെ അടിക്കുന്നു. ഇവിടെ നല്ല അടിപൊളി ഒരു ബീച്ചുണ്ട്. 4 മണിയായി. ഇവിടെ നിന്ന് അടുത്ത വിമാനം ഇല്ല. ഇനി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് എയർപോർട്ടിൽ വിമാനമേ ഉള്ളൂ. അവരിനി 5:30 ഒരു വിമാനം വരും. അത് വന്നു കഴിഞ്ഞാൽ അവർ എയർപോർട്ട് അടച്ച് വീട്ടിൽ പോകും. എന്തായാലും ഇതൊക്കെയാണ് ഐലൻഡ് ലൈഫ് എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ള ഒരു മലയുടെ മുകളിൽ കയറി പോവുകയാണ്. ആ മലയുടെ മുകളിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും അസാധ്യ വ്യൂ ഉള്ളൊരു മലയുടെ മുകളിലാണ് കയറി പോകുന്നത്. ഒരു കാട് വെച്ച് കിടക്കുന്ന പോലത്തെ ഒരു സ്ഥലം. നല്ല കിഡിലൻ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എൻ്റെ അമ്മോ, നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കി. ആ കാണുന്ന നമ്മൾ നേരത്തെ കണ്ട എയർപോർട്ടാണ്. ആ എയർപോർട്ടിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ നേരത്തെ നിന്നത്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ മല കയറി ഇതിൻ്റെ മേളിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോഴത്തേക്കിനും ഇവിടെ മുകളിൽ ഇതെനിക്ക് തോന്നുന്നു വയർലെസ് സ്റ്റേഷനോ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഇവരുടെ ഒരു ഓഫീസും മറ്റൊരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു സെറ്റപ്പ് നോക്കി. അവിടെ അങ്ങ് ദൂരെ കടൽ. പിന്നെ ഇവിടെ ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് ഈ എയർപോർട്ടാണ്. ഈ 2 ഭാഗത്തെ ഇങ്ങനെ കീറി മുറിച്ചിരിക്കുന്നത്. ആ ഒരു പ്ലെയിൻ ലാൻഡിലാണ് സത്യം പറഞ്ഞാൽ അവിടെ ഇവർ എയർപോർട്ട് പണിതിരിക്കുന്നത്. കണ്ടോ? ആ മലകൾക്കിടയിലുള്ള ഒരു സ്ഥലം. ഇത് ക്ലോസ് ടു എയർപോർട്ട് ആയതുകൊണ്ട് വി കനോട്ട് ഫ്ലൈ ഡ്രോൺ ഹിയർ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരായിരുന്നു. ഭയങ്കര രസമാണ്. വൗ മാൻ, എന്ത് ഭംഗിയല്ലേ നോക്ക്. എൻ്റെ പൊന്നു. സമയം ഇപ്പം വൈകിട്ട് ഒരു 4:30 മണിയായി. ഇവിടെ ഒരു 5:30 ആകുമ്പോഴത്തേക്കിനും ഇരുട്ടും. ഇവിടെ ഒരു ചെറിയൊരു മല ഉണ്ടോ? ഒരു കുഞ്ഞ് ഐലൻഡ് പോലത്തെ ഒരു സാധനം. ചെറിയൊരു മല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മലയത്. അപ്പോൾ ദിസ് ഈസ് നൈസ് അല്ലേ? ഇത് വലിയ റൺവേ ആട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ റൺവേ ആണ്. ഇവിടെയാണ് അമേരിക്കയിൽ നിന്നുള്ള ഫ്ലൈറ്റുകളും അതേപോലെ തന്നെ ലണ്ടനിൽ ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടുന്ന് ബ്രിട്ടീഷ് എയർവേസ് ഉണ്ട്. ബ്രിട്ടീഷ് എയർവേസും അമേരിക്കയിൽ നിന്നുള്ള ഫ്ലൈറ്റ്സൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നത് ഈ എയർപോർട്ടിലാണ്. ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ശരിക്കും സിറ്റിയുടെ ക്യാപിറ്റലായിട്ടുള്ള സ്ഥലത്തുനിന്ന് ഒരു 45 മിനിറ്റ്സ് ദൂരമുണ്ട്. അവിടെ എന്താ അവിടെ എന്തെങ്കിലും ഉണ്ടോ? കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പറഞ്ഞില്ല. ഈ കാണുന്നത് അറ്റ്ലാന്റിക് ഓഷൻ. ഓക്കെ. ഇത് കരീബിയൻ സീ. യെസ്. ഓക്കെ. ഈ മലയുടെ അപ്പുറം ഇപ്പുറമാണ്. ഇവിടെ മൊത്തം അങ്ങനെയാണല്ലോ. കാരണം ഈ കരീബിയൻ ദ്വീപുകൾ എന്ന് പറയുന്നതിന് തന്നെ പേര് കിട്ടാൻ കാരണം ഈ കരീബിയൻ സീയും അറ്റ്ലാന്റിക് ഓഷനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു
ഭാഗമായതുകൊണ്ടാണ്. ഇവിടുത്തെ പല രാജ്യങ്ങളുടെയും 2 ഭാഗത്തും 2 കടലായിരിക്കും. ടെക്നിക്കലി ഈ കടലല്ല ഒന്ന് തന്നെ, എല്ലാ കടലും അതെ ഇപ്പൊ എല്ലാ കടലും ഒന്നാണ്. ഇപ്പൊ ഈ പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും ഇന്ത്യൻ ഓഷനും എല്ലാം കണക്റ്റഡ് അല്ലേ, കടലെല്ലാം കണക്റ്റഡ് ആണ്. ആകെ കണക്റ്റഡ് അല്ലാത്തത് ബ്ലാക്ക് സീയും പിന്നെ അങ്ങനെ 1-2 ചെങ്കടൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കണക്റ്റഡ് അല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ ഓരോ പേര്, ഇപ്പൊ ട്രംപ് പേര് മാറ്റിയില്ലേ, ഗൾഫ് ഓഫ് മെക്സിക്കോ മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയില്ലേ, പക്ഷെ ഗൂഗിൾ മാപ്പിൽ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താ അതേപോലെ ഇത് പഴയ എന്തോ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ലൈറ്റ് ഹൗസ് ഇതായിരുന്നു ലൈറ്റ് ഹൗസ്. അത് അവർ കൺസ്ട്രക്ട് ചെയ്യുക വീണ്ടും. അത് ശരി. അതായത് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും, അതായത് കടൽ നിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലിരിക്കുന്ന 2ാമത്തെ ലൈറ്റ് ഹൗസ് ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതായത് ടോളസ്റ്റ് അല്ല, മനസ്സിലായില്ലേ, ആ ഒരു ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിലിരിക്കുന്ന സംഭവം. ഒരു നല്ലൊരു കിടിലൻ ലൊക്കേഷൻ. ശരിക്കും ഡ്രോൺ പറത്തണ്ട, ഇവിടെ നിന്ന് നമുക്ക് ആകാശ ദൃശ്യം ഇങ്ങനെ ഒപ്പിയെടുക്കാം. ഡ്രോൺ വ്യൂ കിട്ടും. ഈ മലയുടെ മേളിൽ കുറേ റേഡിയോ ടവറുകളും പിന്നെ അങ്ങനത്തെ കുറേ സെറ്റപ്പുകളും ഒക്കെ ഉണ്ട്. ഇതൊരു ശരിക്കും ഒരു തന്ത്രപ്രധാന മേഖലയാണ്. നിങ്ങളുടെ മേലെ ഇപ്പോൾ ആ പ്യാർക്കിയുടെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങ് അറ്റ്ലാന്റിക് അല്ല കരീബിയൻ ഓഷ്യനിൽ പോയി കിടക്കും. നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? അല്ല അതല്ലല്ലോ, അതിന് മുമ്പേ ലോറി റെഡി കൂടെ പോയപ്പോ എന്നാ പറഞ്ഞായിരുന്നല്ലോ, ഇന്ത്യൻ യൂട്യൂബർ കേരളത്തിൽ അങ്ങനല്ല, ഇന്ത്യൻ യൂട്യൂബർ മലേഷ്യയിൽ കൊല്ലപ്പെട്ടു, കൂടെ കൊണ്ടുപോയ ആള് പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അത്ഭുതകരമായിട്ട്. അതെ അതെ അതെ, എന്റെ ദൈവമേ. നിങ്ങൾ മറ്റേ സിനിമയുടെ ആളല്ലേ, മറ്റേ പടം ഉണ്ടല്ലോ, ആ പടം കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഞാൻ അതിന്റെ ഒരെണ്ണം കണ്ടിട്ടുള്ളൂ, ഞാൻ പിന്നെ കണ്ടിട്ടില്ല. എനിക്ക് വെറുതെ ചിന്തിച്ചു കൂട്ടും. അത് തന്നെ എനിക്ക് സംഭവിച്ചു. ഞാൻ ഒരെണ്ണം കണ്ടതിന്റെ ഹാങ് ഓവർ മാറാൻ എനിക്ക് വർഷങ്ങൾ, അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയൊന്നും കണ്ടില്ല, ഒരെണ്ണം കണ്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് വിമാനത്തിൽ കയറുമ്പോ മുതൽ ചിന്തകളാ, അതുകൊണ്ട് നിർത്തി. നമ്മുടെയൊക്കെ പിഞ്ച് മനസ്സില്ലേ. അതെ, അല്ല ഒരു ദിവസം ഈ പറഞ്ഞ എയർ ഇന്ത്യ അപകടത്തിൽപ്പെട്ടപ്പോ ആ സീറ്റ് ഇരിക്കണം ഈ സീറ്റ് ഇരിക്കണം ഒന്നും ചെയ്യാനില്ലെന്നേ, ഏത് സീറ്റ് ഇരുന്നാലും അങ്ങ് തീരാന്നുള്ളത്. പ്രത്യേകിച്ച് തീറ്റൊന്നുമില്ല. നമ്മളൊരു ചെറിയൊരു ഗ്രോസറി സ്റ്റോറിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റുമൊക്കെ ആയിട്ട് വന്നാണേ. ഇതെന്തുവാ? ആനന്ദലബ്ധിക്കിന് എന്ത് വേണം? പാലക്കാടൻ മട്ട റൈസ്. ഓ, അതൊക്കെ കിട്ടുമല്ലോ ഇവിടെ. വെരി ഗുഡ്. അതായത് നമ്മളൊക്കെ പണ്ട് വരുമ്പോഴേ ബസ്മതി ആയിരുന്നു കഴിക്കുന്നത്, റൈസ് കിട്ടുമെന്ന് അറിയത്തില്ല. റൈസ് എല്ലാം കിട്ടും. പാർലേജി ബിസ്ക്കറ്റ് ഞാനിത് എന്റെ മകന് മേടിച്ചോണ്ട് കൊടുത്തിട്ട് ഞാൻ പറയും, നീ ഇത് കഴിക്കണ്ട. ഒരു കാലത്ത് ഞാനൊക്കെ ഇതിൽ കൊതി വിട്ടിട്ടുള്ളത് 2 രൂപയ്ക്കില്ല. എനിക്ക് എന്റെ ഓർമ്മയ്ക്ക് ഇത് 2 രൂപയ്ക്കാണ് പണ്ട് വാങ്ങിച്ചോണ്ടിരുന്നത് ഈ സാധനം. മസാല ബോണ്ടി, പഞ്ചാബി മിക്സ്, മസാല കടി, മേത്തി കടി, ജീര കടി, സബ് കുച്ച് മിലേഗാ ഇധർ. ശരി. റോസ്റ്റഡ് മസാല ചന, എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ നിങ്ങൾക്ക് ഇവിടെ. തില്ല്, ലഡു, സുമാർ, പട്ടായി, തായ്. ഇവിടെ ഏഷ്യൻ സ്റ്റോർ ആണല്ലേ? അങ്ങനെ ഇന്ത്യനും തായും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ ഇന്ത്യൻ. ഇതാണ് നമ്മുടെ റെഡി ടു ഈറ്റ് ഫുഡ്. ഉണ്ടോ? ഇത് റെഡി ടു ഈറ്റ് ആണ്. നമുക്ക് ദാൽ മഖനി, പനീർ മലായി, ആലു മട്ടർ, ഇതെല്ലാം ഞാൻ ഇവിടെ പോയാലും ഇത് കൂടുതലും കാണുന്നത് വെജിറ്റേറിയനാണ്. നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒന്നും പലയിടത്തും കാണുന്നില്ല. എനിക്ക് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും വെജിന്റെ ആൾക്കാരാണ് കൂടുതൽ. പാലിന്റെ പല സ്ഥലത്തും ഞാൻ കണ്ടത് ഈ പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യൻ സാധനങ്ങൾ പലതും വെജ് ഐറ്റംസ് ആണ്. നമ്മളെ ഇതൊന്നും വലിയ കാര്യമല്ല നമുക്ക്, പക്ഷേ ഇതുപോലെയുള്ള ഇത്രയും ചെറിയ കുഞ്ഞു രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന വളരെ വിരലെണ്ണാവുന്ന മലയാളികളും ഇന്ത്യക്കാരും ഉള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പാലക്കാട് മട്ട റൈസും അങ്ങനെയുള്ള പല സാധനങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ പല സ്പൈസസും പല പൊടികളും പല സംഭവങ്ങളും ഇവിടെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അവർക്ക് വലിയ കാര്യം തന്നെയാണ്.